ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇക്കൊല്ലത്തെ ലാസ്റ്റത്തെ നോമ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു, നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ചെയ്യാൻ പിന്നെ കുറച്ച് മടിയായിട്ടോ, പെരുന്നാളും തിരക്കൊക്കെ കാരണം. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് കേട്ടോ. ഇന്നാണ് നമ്മുടെ പൊന്നുവിൻ്റെ പിറന്നാൾ ദിവസം. അപ്പോൾ ഇഷുമോൻക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഉച്ച വരെട്ടോ എക്സാം ഉള്ളത്. അപ്പോൾ അവന് സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണി ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ റോഡിൽ പോയിട്ട് അവനെ എടുക്കാൻ കേട്ടോ. അപ്പോൾ അവന് അവൻ്റെ സ്കൂൾ ക്ലാസ് ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ അവനൊന്ന് അവൻ്റെ മേല് കഴുകലെല്ലാം കഴിഞ്ഞ് നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ നമ്മൾ ഇന്ന് നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കാരണം ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ കയറണം. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കും വേണം. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് ബോക്സിലാക്കി വെക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ കുറച്ച് മസാലയൊക്കെ തേച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ മല്ലിച്ചപ്പും പുതിനയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിന ഇതുപോലെ കേട്ടോ സൂക്ഷിക്കാറ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ അടിഭാഗമൊക്കെ ചീത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് നാൾ ഈ ഒരു പുതിന കേടുവരാതിരിക്കും ചെയ്യും. പിന്നെ അതിൽ നിന്നിട്ട് തന്നെ പുതിയ ഇലകളൊക്കെ വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ വെച്ചിട്ടുണ്ടാകുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനി വേറൊരു ക്ലാസ്സിലും കൂടി ഇതുപോലെ ആക്കി വെക്കാമെന്ന് കരുതി. പിന്നെ ഇതിൽ ചീത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി അയച്ചിരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ പഴയത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഇലകൾ അപ്പോൾ ഇടയ്ക്ക് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വീട്ടിൽ നമ്മൾ വേറെ മണ്ണിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുതിന. ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ മേൽഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് 2 ദിവസം കൂടുമ്പോൾ നമ്മളിത് എടുത്തിട്ട് ഇതിൽ ചീഞ്ഞിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതിൽ ഇലകളൊക്കെ ഒന്ന് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ചെയ്യും. നല്ല പുതിയ ഇലകളൊക്കെ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പുതിന സൂക്ഷിക്കാറ്. അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറിലാണ് വെക്കാറ് കേട്ടോ. പിന്നെ മല്ലിയിൽ ഞാൻ പിന്നെ അതിൻ്റെ ഒരു വേര് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ കവറിൽ തന്നെ ആക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക ചെയ്യാറ് കേട്ടോ. മല്ലിയില അങ്ങനെ ഒരുപാടൊന്നും സൂക്ഷിക്കാൻ നമുക്ക് പറ്റാറില്ല. പിന്നെ മല്ലിയില ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കൊണ്ടുവരും. പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും ചെയ്യും. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മല്ലിച്ചപ്പിന് അധികം നിൽക്കില്ല. പിന്നെ ഇവിടെ മയിലുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല കേട്ടോ. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മയിലിൻ്റെ ശല്യം കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മസാല തേച്ച് വെക്കാനുള്ളതും പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചിക്കനും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ളത് മസാല തേക്കുന്നത് എങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് എടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മറക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താവും എടുക്കുക. അപ്പോൾ ഞാനത് ഇപ്പം തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് അത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അളവൊന്നും ഞാൻ കറക്റ്റായി പറയുന്നില്ല കേട്ടോ. നമ്മൾ ചിക്കൻ എത്ര എടുക്കണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം ചിക്കൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയധികം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നമ്മുടെ ഒരു എണ്ണയിൽ പോവാതെ നമ്മുടെ ചിക്കൻ്റെ മേലിൽ തന്നെ ഉണ്ടാവും കേട്ടോ, ഇനി കോൺഫ്ലവറൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്ക്യൂബായിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുന്നിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അത്ര അതിന് എടുത്താൽ മതിയല്ലോ. അതിനെന്നും നോമ്പില്ലാത്ത കാലത്തും അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചിക്കനൊക്കെ മസാല തേച്ച് പൊരിക്കാറ്. പിന്നെ കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാണ്ട്, ഇതൊരു വെറൈറ്റി ഇഞ്ചിപ്പുളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇതിനിടയിൽ കൂടെ തന്നെ ആ ഒരു ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോൻ്റെ ലാസ്റ്റായിട്ടും ടാഗ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തന്തൂരി മസാലയൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഞാൻ കഴിഞ്ഞൊല്ലൊക്കെ ഇതിൻ്റെ നോമ്പിന് ഈ ഒരു റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ തന്തൂരി ബോക്സിൻ്റെ ഒരു ചിക്കനാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ, തലശ്ശേരി ബിരിയാണിയാണ് വെക്കുന്നത്. ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്ത, അതുപോലെ ഓയിലും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിൽ ഓയിലൊന്നും ചേർക്കാതെ നമ്മളിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റെസിപ്പിയൊക്കെ. ഇതൊക്കെ 2 കൊല്ലം മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരുപാട് മസാലകളോ കുത്തലൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയാണ്. ഇപ്പം നമുക്ക് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കിതിലേക്കുള്ള ഒരു ഉള്ളി ഫ്രൈ ചെയ്യൽ മാത്രമേ ഇതിലേക്ക് പണിയുള്ളൊരു കാര്യമുള്ളൂ. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്തൂരി മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ സ്മോക്കിയും ചെയ്യാണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പണികളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ചും കൂടി നേരത്തെ ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കലും ഒക്കെ ആകുമ്പോൾ പണി കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നേരത്തെ തന്നെ അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ പണികളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സമൂസ റെഡി ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തന്തൂരിയുടെ മസാല നമ്മൾ ബോക്സ് ആയിട്ടല്ല, സമൂസ ഷീറ്റിൽ ആണ് കേട്ടോ ഫില്ല് ചെയ്ത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതാ നമുക്ക് ബിരിയാണിക്കുള്ള റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ദം ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതാ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒന്ന് തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ കുട്ടികളാണ് ചെയ്യുക കേട്ടോ. ജ്യൂസ് അടിക്കലും വെള്ളം കലക്കലും അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, ടേബിളെല്ലാം സെറ്റ് ചെയ്യൽ, അങ്ങനെയുള്ള പണികളൊക്കെ കുട്ടികളാണ്. പിന്നെ മിച്ചും ലാസ്റ്റ് നോമ്പാകുമ്പോഴത്തേനും അവനെ എത്തിയിട്ട്, അപ്പോൾ 2 നോമ്പ് തുറ അവൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്കിപ്പോൾ അവിടെ ഹോസ്റ്റലിൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കാരണം കുറച്ച് ദിവസം ലീവ് കിട്ടിക്കാൻ കേട്ടോ. ഇനി ഇൻഷാല്ല പെരുന്നാളൊക്കെ കഴിയോളം ഉണ്ടാവും. അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ പുതിയ ചെരുപ്പ് വാങ്ങിയതൊക്കെ ഇട്ട് നോക്കുക ചെയ്യാൻ കേട്ടോ. പണ്ടത്തെ അത്ര ഒരു രസമൊന്നുമില്ല ഇപ്പോഴത്തെ പെരുന്നാൾ. നമ്മുടെ കുട്ടിക്കാലത്തെ പെരുന്നാളൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് ഒരു പെരുന്നാളല്ലേ. ഇപ്പം ഇനി വലിയൊരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ആ ഒരു പഴയ ഒരു കാലത്തെ പെരുന്നാൾ പോലെയല്ലല്ലോ.
പിന്നെ ഇതാ നമ്മൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇക്കാക്കുള്ള ചോറ് വിളമ്പി കൊടുക്കട്ടെ. ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണിക്കും പിന്നെ പെരുന്നാളിനും വേണ്ടിയിട്ടാണ് അവർ ഇഞ്ചും പുളിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ മാത്രം ഉണ്ടാക്കിയത്, പിന്നെ അതുപോലെ ജ്യൂസും വേറെ ഒരുപാട് ഐറ്റംസുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ മിന്നും കൂടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ട് വെച്ചു. അപ്പോൾ അവൾ നിസ്കരിക്കുകയായിരുന്നു, സംസ്കാരം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഭാഗത്ത് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ പാട്ടെന്തോ വെച്ചതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് കരുതിയിട്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചാണ് കേട്ടോ. അങ്ങനെ എന്താ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഡ്രസ്സും പിന്നെ കുറച്ച് ഫാൻസി മിഠായിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ അങ്ങനെ അവൾക്കുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവളെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇക്കാൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി വരാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ കേക്ക് മുറിക്കലൊന്നും ഇന്നുണ്ടായില്ല. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പെങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വന്ന സമയത്ത് ഇതാ പൂച്ചകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിട്ട് ഇക്കാന് ഫുഡ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രാത്രി സമയത്താണ് അവർക്ക് ഉള്ള ഫുഡൊക്കെ കൊടുക്കാറ് കേട്ടോ. നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. Happy birthday. Happy birthday.